അപ്പോൾ നമുക്കിന്നൊരു കിടിലം ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാലോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പേരയ്ക്ക, ആപ്പിൾ, മാംഗോ, ഗ്രേപ്സ്, പിന്നെ ബനാന, ട്യൂട്ടി ഫ്രൂട്ടി, ചെറി, മാതളം ഇത്ര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. അങ്ങനെ ഇതും കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കണ്ടേ. ഇനി ഒരു ബൗളെടുത്ത് ഈ ഫ്രൂട്ട്സ് എല്ലാം അതിൽ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഞങ്ങളിത് 2 ലെയറായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ പാത്രത്തിലെ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് അതിൽ പഞ്ചസാരയും ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും ചേർക്കണം. ഇനി അടുത്ത ലെയർ സെറ്റ് ചെയ്തെടുക്കാമേ. അതിന് വേണ്ടി അടുത്ത പാത്രത്തിലെ ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും സെയിം പ്രോസസ്, പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യണം. ഇതിൽ ആവശ്യത്തിന് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. പരിപാടി സിമ്പിൾ അല്ലേ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി നല്ലപോലെ മിക്സ് ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്ത് പിറ്റേ ദിവസം നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.